ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് PSC പരീക്ഷയിൽ ബയോളജി ഭാഗത്തു നിന്ന് ചോദിക്കുന്ന അസ്ഥി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാലോ? ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അസ്ഥികളുമായി ബന്ധപ്പെട്ട പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത്. അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പഠനം അറിയപ്പെടുന്ന പേര് ഓസ്റ്റിയോളജി എന്നാണ്. ഇനി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളാണുള്ളത്? 206 അസ്ഥികളാണ് ഉള്ളത്. എന്നാൽ ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥിയുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഏകദേശം 300ഓളം അസ്ഥികളാണ് ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം തോന്നും അല്ലേ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 206 അസ്ഥിയേ ഉള്ളൂ, എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിന്റെ ശരീരത്തിൽ 300ഓളം അസ്ഥി ഉണ്ടാവുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ അസ്ഥിയുടെ എണ്ണം കുറയുന്നത്? എങ്ങനെയാണ് വളർന്നു വരുന്ന സമയത്ത്? എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ ശരീരത്തിലെ പല അസ്ഥികളും കൂടിച്ചേർന്ന് ഒന്നായി മാറുകയാണ്. അപ്പൊ ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് നമ്മളതിനെ ഒറ്റയായിട്ട് പരിഗണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ അസ്ഥികളുടെ എണ്ണം, ടോട്ടൽ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് 206 ആയിട്ട് മാറുന്നു. അപ്പൊ അതും ഒരു PSC പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ശിശു വളർന്നു വരുമ്പോൾ ആ ശിശുവിന്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്ഥികളുടെ എണ്ണം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റൽ അല്ലെങ്കിൽ ലോഹം ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം കാൽഷ്യം ആണ്. ഇനി നമ്മുടെ അസ്ഥികൾ നല്ല കട്ടിയുള്ള വസ്തുക്കളാണ് അല്ലെ, നല്ല കാഠിന്യമുള്ള ആൾക്കാരാണ് നമ്മുടെ അസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന സംയുക്തം ഏത് എന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന സംയുക്തം കാൽഷ്യം ഫോസ്ഫേറ്റ്. നമ്മുടെ അസ്ഥിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ വിറ്റാമിൻ D ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ അസ്ഥി വ്യവസ്ഥയിൽ 206 അസ്ഥി ഉണ്ടെന്ന് മനസ്സിലായി. ഈ നമ്മുടെ അസ്ഥി വ്യവസ്ഥയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടായിട്ട് നമുക്ക് തരം തിരിക്കാം. അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അക്ഷാസ്ഥികൂടത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ആക്സിയൽ സ്കെലിട്ടൺ എന്നാണ്. അനുബന്ധാസ്ഥികൂടത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ എന്നാണ്. ഈ ഓരോ അസ്ഥികൂടത്തിന്റെ ഭാഗത്തും എത്ര അസ്ഥികളാണുള്ളത് എന്നുള്ളതും PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. എന്നാൽ അനുബന്ധാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 126 ആണ്. ഈ അക്ഷാസ്ഥികൂടം നമ്മളെ എന്തിനാ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ ആക്സിയൽ സ്കെലിട്ടൺ. നമ്മുടെ പലതരം ചലനങ്ങൾക്ക്, ഇപ്പൊ നമുക്ക് കൈയും കാലും ഒക്കെ അനക്കാൻ പറ്റുന്നില്ലേ, പലതരം ചലനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നില്ലേ, ഈ പലതരം ചലനങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നത് അനുബന്ധാസ്ഥികൂടം അല്ലെങ്കിൽ അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ ആണ്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്ര അസ്ഥികളാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം നമുക്ക് പഠിക്കാം. നമ്മുടെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. ഓക്കെ, ഈ തലയോട്ടിയിലെ അസ്ഥികളെ തന്നെ നമുക്ക് കപാലം അല്ലെങ്കിൽ ക്രാനിയത്തിലെ അസ്ഥികളെന്നും നമ്മുടെ ഫേസ്, മുഖത്തെ അസ്ഥികളെന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ ക്രാനിയത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണമാണ്. മുഖത്തെ അസ്ഥികൾ അല്ലെങ്കിൽ ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ 14 എണ്ണമാണ്. അപ്പൊ ഈ 8ഉം 14ഉം കൂടി ചേർന്നിട്ടാണ് തലയോട്ടിയിലെ ആകെ അസ്ഥികൾ നമ്മൾ 22 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചെവിയില്ലേ, ഈ ചെവിയിൽ നമുക്ക് എത്ര അസ്ഥിയാ ഉള്ളത്? നമുക്ക് ഓരോ ചെവിയിലും 3 അസ്ഥി വീതം, ആകെ 6 അസ്ഥികളാണ് നമ്മുടെ 2 ചെവിയിലും കൂടി ഉള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇപ്പൊ 6 എണ്ണം ആയില്ലേ. ഇനി നമുക്ക് നമ്മുടെ തൊണ്ടയിൽ ഒരേ ഒരു അസ്ഥിയാണുള്ളത്, ഒരൊറ്റ അസ്ഥിയാണുള്ളത്. അപ്പൊ നമ്മുടെ 2 ചെവിയിലും കൂടി എത്ര അസ്ഥിയുണ്ട്? 6 അസ്ഥികളുണ്ട് അല്ലേ. തൊണ്ടയിൽ ഒരസ്ഥി. നേരത്തെ നമ്മൾ പറഞ്ഞു തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. ആ തലയോട്ടിയിലുള്ള 22 അസ്ഥിയുടെ കൂടെ നമ്മൾ ചെവിയിലെ 6 അസ്ഥിയും തൊണ്ടയിലെ ഒരസ്ഥിയും കൂടി കൂട്ടിയ നമ്പർ എത്രയാകും? 29 ആകും അല്ലേ. അപ്പൊ നമ്മുടെ തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം? 29 എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമ്മുടെ മാറെല്ല് അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ ഒരെണ്ണമാണ്. മാറെല്ല് അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോണിന്റെ എണ്ണം 1 ആണ്. ഇനി വാരിയെല്ലുകൾ, റിബ്സ്, നമ്മുടെ ഈ നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന കുട്ടികളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലേ, വാരിയെല്ലുകളുടെ കൂട് നമുക്ക് കാണാൻ പറ്റില്ലേ. ആ വാരിയെല്ലുകൾ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ 24 എണ്ണമാണ്, അല്ലെങ്കിൽ 12 ജോഡിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇതിന്റെ എണ്ണമായിട്ടും ചോദിക്കാറുണ്ട്, ജോഡി എത്രയാന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ റിബ്സ് അല്ലെങ്കിൽ വാരിയെല്ലുകൾ 24 എണ്ണം അല്ലെങ്കിൽ 12 ജോഡി. ഇനി നമ്മുടെ നട്ടെല്ലിലേക്ക് വരാം. ഈ നട്ടെല്ലിൽ കാണുന്ന അസ്ഥികൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കശേരുക്കൾ അല്ലെങ്കിൽ വെർട്ടിബ്ര. കശേരുക്കൾ അല്ലെങ്കിൽ വെർട്ടിബ്ര നട്ടെല്ലിൽ കാണുന്ന അസ്ഥികളാണ്.
അപ്പൊ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര എന്നുള്ളത് PSCയുടെ പ്രിയപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എണ്ണം 33 ആണ്. ഓക്കെ, 33. ഇനി ഒരു കുഞ്ഞ് ജനിച്ച ആ ഒരു ശൈശവ ദശയുണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ഈ നട്ടെല്ലിൽ 33 കശേരുക്കളെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് ജനിച്ച് വളരുന്ന സമയത്ത് ആ നട്ടെല്ലിന്റെ താഴേക്കുള്ള പല അസ്ഥികളും എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. അങ്ങനെ നമ്പർ കുറയുന്നു. അപ്പൊ പ്രായപൂർത്തിയായ ഒരാളുടെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം 26 ആണ്. അപ്പൊ നട്ടെല്ലിലെ കശേരു എന്ന് മാത്രം ചോദിച്ചാൽ നമുക്ക് 33 എഴുതാം. ഇനി പ്രായപൂർത്തിയായ ഒരാളിന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 26 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ നമ്മുടെ അക്ഷാസ്ഥി കൂടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മളെ ചലിക്കാൻ സഹായിക്കുന്ന അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്, അവ എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അനുബന്ധാസ്ഥി കൂടത്തിൽ വരുന്നത് നമ്മുടെ കാലുകളും കൈകളും ഒക്കെ നമ്മുടെ അനുബന്ധാസ്ഥി കൂടത്തിലാണ് വരുന്നത്. 2 കാലുകളിലുമായിട്ട് നമുക്ക് 60 അസ്ഥിയാണുള്ളത്. ഓരോ കാലിലും 30 വീതം. 2 കാലിലുമായിട്ട് എത്ര അസ്ഥിയുണ്ട്, 60 അസ്ഥികളുണ്ട്. 2 കൈയിലുമായിട്ട് എത്ര അസ്ഥിയുണ്ട്, അവിടെയും ഓരോ കൈയിലും 30 വീതം. 2 കൈയിലുമായിട്ട് 60 അസ്ഥികളാണുള്ളത്. ഇനി നമ്മുടെ തോളില്ലേ, ഷോൾഡർ, ഈ ഷോൾഡർ ഒരു ഭാഗത്ത് 2 അസ്ഥികൾ വീതം. നമ്മുടെ ഷോൾഡറിലാകെ 4 അസ്ഥികളുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇടുപ്പ് അല്ലെങ്കിൽ ഹിപ്പ്, ഓരോ വശത്തും ഓരോ അസ്ഥി വീതം. നമ്മുടെ ഇടുപ്പിൽ ടോട്ടലി എത്ര അസ്ഥിയുണ്ട്, 2 അസ്ഥിയുണ്ട്. അങ്ങനെ ഈ 60 കാലിലും കയ്യിലും 60 വീതം. അതിനുശേഷം നമ്മുടെ തോളിൽ അല്ലെങ്കിൽ ഷോൾഡറിലുള്ള 4 അസ്ഥി, പിന്നെ നമ്മുടെ ഇടുപ്പിൽ വരുന്ന 2 അസ്ഥി. ഇത്രയും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 126 അസ്ഥി കിട്ടും അല്ലേ. അപ്പൊ അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്, 126 ആണ്. നമുക്കിനി വിവിധ അസ്ഥികളുടെ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചാലോ. ആദ്യം നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് തന്നെ പോകാം. ഒരു ചെവിയിൽ എത്ര അസ്ഥി ഉണ്ടായിരുന്നേ, 3 അസ്ഥി അല്ലേ. നമ്മുടെ ചെവിയിലെ അസ്ഥികൾ മിസ് എന്ന് ആലോചിച്ച് വെക്കാൻ പറ്റും. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇതിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണുന്ന ചെവിയിലെ അസ്ഥി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ചുറ്റികയുടെ ആകൃതിയിൽ കാണുന്ന ചെവിയിലെ അസ്ഥിയാണ് മാലിയസ്. കൂടക്കല്ല് അല്ലെങ്കിൽ ആൻവിൽ ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥിയാണ് ഇൻകസ്. കുതിരസവാരിക്കാരന്റെ പാദധാര അല്ലെങ്കിൽ സ്റ്റിറപ്പ് ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം സ്റ്റേപ്പിസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ തൊണ്ടയിലേക്ക് വരികയാണെങ്കിൽ തൊണ്ടയിൽ ഒരേ ഒരു അസ്ഥിയാണുള്ളത് അല്ലേ. തൊണ്ടയിലെ അസ്ഥിയുടെ പേരാണ് ഹയോയിഡ്. ഇനി മേൽത്താടി എല്ലിലേക്ക് വരികയാണ്. അപ്പർ ജോ ബോണിന്റെ ശാസ്ത്രീയ നാമമാണ് മാക്സില്ല. ലോവർ ജോ ബോൺ അല്ലെങ്കിൽ കീഴ്ത്താടി എല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് മാൻഡിബിൾ. മാറെല്ല് അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോണിന്റെ ശാസ്ത്രീയ നാമം സ്റ്റേണം എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ കൈകളിലേക്ക് വരാം. കൈയിന്റെ മുകൾ ഭാഗത്തെ അസ്ഥിയുടെ പേര് ഹ്യൂമറസ് എന്നാണ്. നമ്മുടെ കൈയിന്റെ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ 2 അസ്ഥികളാണുള്ളത്. ആ അസ്ഥികളുടെ പേര് റേഡിയസ് എന്നും അൾന എന്നുമാണ്. അപ്പൊ ഈ റേഡിയസും അൾനയും കയ്യിലാണ് വരുന്നതെന്ന് ആലോചിക്കാൻ വേണ്ടി നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ആരം വരയ്ക്കുന്നത് കൈ ഉണ്ടല്ലേ, ആണല്ലോ. അതേപോലെ നമ്മൾ ആരെങ്കിലും അള്ളുന്നത് കൈ ഉണ്ടാന്ന് ആലോചിക്കാം അല്ലെ. അപ്പൊ റേഡിയസും അൾനയും നമ്മുടെ കൈകളിൽ വരുന്ന അസ്ഥികളാണ്. നമ്മുടെ കൈ തണ്ട അല്ലെങ്കിൽ റിസ്റ്റ് ഭാഗത്ത് കാണുന്ന അസ്ഥികൾ അറിയപ്പെടുന്ന പേര് കാർപ്പൽസ് എന്നാണ്. നമ്മുടെ കൈ പത്തിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള അസ്ഥികൾ അറിയപ്പെടുന്ന പേര് മെറ്റാകാർപ്പൽസ് എന്നാണ്. ഇനി കൈയുടെ വിരലിലേക്ക് വരുന്ന സമയത്ത് വിരലുകളിലുള്ള അസ്ഥികൾ അറിയപ്പെടുന്ന പേര് ഫലാഞ്ചസ് എന്നാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ തൈ ബോൺ അല്ലെങ്കിൽ തുടയെല്ലാണ്. തുടയെല്ലിന്റെ ശാസ്ത്രീയ നാമം ഫീമർ എന്നാണ്. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മുടെ കാലിന്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെയും 2 അസ്ഥികളാണുള്ളത്. കാലിന്റെ താഴ്ഭാഗത്തുള്ള 2 അസ്ഥികളുടെ പേര് ടിബിയ എന്നും ഫിബുല എന്നുമാണ്. ഇനി നമ്മുടെ കാൽ മുട്ടിന്റെ ചിരട്ടയില്ലേ, ഈ മുട്ട് ചിരട്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക അസ്ഥിയാണ്. ആ മുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമം. ഇനി നമ്മുടെ കാൽ കുഴയിലേക്ക് വരികയാണെങ്കിൽ, ആംഗിൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കാണപ്പെടുന്ന അസ്ഥികൾ അറിയപ്പെടുന്ന പേര് ടാർസൽസ് എന്നാണ്. കാൽ പത്തിയിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് മെറ്റാടാർസൽസ് എന്നുമാണ്. ഇനി നമ്മൾ കൈവിരലിൽ പറഞ്ഞ പോലെ തന്നെ കാൽ വിരലുകളിലും കാണപ്പെടുന്ന അസ്ഥികൾ അറിയപ്പെടുന്നത് സെയിം പേരിലാണ്, ഫലാഞ്ചസ് എന്നാണ്. കൈയിലെയും കാലിലെയും വിരലുകളിൽ കാണപ്പെടുന്ന അസ്ഥികൾ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കൈപ്പത്തിയിലും നമ്മുടെ കൈന്റെ റിസ്റ്റിലും ഒക്കെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് എന്നായിരുന്നു അല്ലെ. ഇനി കാലിലേക്ക് വന്നപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പഠിച്ചത് ടാർസൽസ് എന്നും മെറ്റാടാർസൽസ് എന്നുമാണ്. അപ്പൊ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. നമ്മൾ കൈ കൊണ്ടല്ലേ കാർ ഓടിക്കുക, അപ്പൊ കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് എന്ന് വരുന്നത് കയ്യിൽ കാണുന്ന അസ്ഥികൾക്കാണ് നമ്മൾ അങ്ങനെ പറയുക. ഇനി നമ്മൾ ടാറിട്ട റോഡിൽ കൂടെയല്ലേ നമ്മൾ നടക്കുക, അപ്പോൾ നമ്മൾ കാലുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ ടാർസൽസ്, മെറ്റാടാർസൽസ് എന്ന് വരുന്നത്
കാലിലെ അസ്ഥികൾക്കാണ് വരുന്നതെന്ന് ആലോചിക്കാം. അപ്പോൾ PSC പരീക്ഷയിൽ സ്ഥിരമായിട്ട് ഈ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും നന്നായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.